ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കേക്കിൻ്റെ വീഡിയോസായിട്ടാണ്. അപ്പോൾ കുറച്ച് തിരക്ക് ഉള്ള കുറച്ച് ദിവസമായിരുന്നു കേട്ടോ. ഈ കേക്കുകളൊക്കെ അടുപ്പിച്ചിരുന്നു വന്നിരുന്നത്, ഗ്യാപ്പില്ലാതെയൊക്കെ അടുപ്പിച്ചിരുന്നു. പക്ഷെ അടുപ്പിച്ചൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ, ഉറക്കമില്ല. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ആദ്യത്തെ കേക്ക് വന്നിട്ടുള്ളത് 1 kg ടോൾ കേക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡോറ ബുജി തീമിലാട്ടോ കേക്ക് ചെയ്തിട്ടുള്ളത്. എന്താ ലേസർ പ്രിൻ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ചുറ്റും ഞാൻ ഗ്രാസ് നോസിൽ വെച്ചിട്ടാണ് ആ ഡിസൈന് കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ലേസർ പ്രിൻ്റാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കേക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ ബേബിയുടെ പേര് ഞാൻ പ്രിൻ്റ് എടുത്തത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഹൈറ്റുള്ള കേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതൽ വെറ്റ് ചെയ്യരുത്. അതായത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നമ്മളെ സ്പോഞ്ച് എല്ലാത്തിനും സ്പോഞ്ച് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഷുഗർ സിറപ്പ് കൂടുതലായി പോയാൽ ചെരിയാൻ നല്ല ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹൈറ്റ് ടോൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഷുഗർ സിറപ്പ് അധികം ഒഴിക്കരുത്. അടുത്ത കേക്ക് വന്നിട്ടുള്ളത് ഒരു 1/2 kg ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. ഇതിൽ ഈ കേക്ക് മൊത്തം ഫോണ്ടൻറ്റ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഫോണ്ടൻറ്റിൻ്റെ റൗണ്ട് കുറേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബോൾസുകളും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റാബിറ്റിനെ ഞാൻ ഫോണ്ടൻറ്റിൽ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോണ്ടൻറ്റിലൊക്കെ ഇപ്പോൾ ടെഡി ആയാലും റാബിറ്റ് ആയാലും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടാൻ പാടില്ല. അപ്പോൾ ഈ റാബിറ്റ് ഇങ്ങനെ ഒരുപാട് നേരം ഇരിക്കണതിനനുസരിച്ച് ചെരിഞ്ഞിരുന്നു. അതായത് ഇങ്ങനെ ബാക്കിലോട്ട് ചെരിഞ്ഞ് ഇങ്ങനെ പോകണിരുന്നു. അപ്പോൾ വെയിറ്റ് കൂടിയിട്ടാണ് ഞാൻ അറിഞ്ഞത്. അതായത് ഓവറായിട്ട് വെയിറ്റ് വരുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ് ഇത്ര ഇങ്ങനെ ചെരിവ് വരുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഫോണ്ടൻറ്റ് കുറച്ചെടുത്തിട്ട് ചെറുതാക്കിയിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കും. അടുത്ത കേക്ക് വന്നിട്ടുള്ളത് ഒരു 2 kg കേക്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ബർത്ത്ഡേ കേക്കായിരുന്നു. അവർ വേറൊരു കേക്കും പറഞ്ഞിരുന്നു കേട്ടോ. മൊത്തത്തിൽ 2.5 kg കേക്ക് വന്നിട്ടുള്ളത്. 2 ടയർ കേക്ക് 2 kg ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മൊത്തം ലേസർ പ്രിൻ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ കുട്ടിയുടെ പേര് ഞാൻ പ്രിൻ്റ് എടുത്തത് തന്നെയാണ് കേട്ടോ. നമ്മൾ നെയിമൊക്കെ പ്രിൻ്റ് എടുക്കാൻ വളരെ ഈസിയാണ്. നെയിം എഴുതാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ ഫോണ്ടിൻ്റെ കട്ടേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും ബുദ്ധിമുട്ട് തന്നെ. പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്കും 1 എന്നുള്ള സ്റ്റിക്കും അതുപോലെ കുറച്ച് ബട്ടർഫ്ലൈസും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്ലവേഴ്സ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ ബോൾസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ 2 kg 2 kg ബേക്ക് ചെയ്യൽ 8 ഇഞ്ചിലും 5 ഇഞ്ചിലുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുക്കും. അതായത് 4 എഗ്ഗ് വെച്ചിട്ട് 2 ടിന്നിൽ ഒഴിച്ചിട്ട് പിന്നെ 4 എഗ്ഗ് വെച്ചിട്ട് 2 ടിന്നിൽ ഒഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ലെയർ കിട്ടും ചെയ്യും. നല്ല ഹൈറ്റിലും നമുക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കേക്കും അവർക്ക് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ല 1/2 kg അവരൊന്ന് പരത്തി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 1 kgൻ്റെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 1/2 kg ബാറ്റർ ഒഴിച്ചിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. 2 ലെയറാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അവർ ബർത്ത്ഡേക്ക് ഒരുപാട് പേരുണ്ട് പറഞ്ഞപ്പോൾ ഒന്ന് കട്ട് ചെയ്യാൻ സുഖമാണല്ലോ പരത്തി ചെയ്താൽ. അപ്പോൾ ഞാൻ 1/2 kg കേക്ക് 1 kgൻ്റെ കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ ഈ കേക്ക്. ഇത് ഞാനിങ്ങനെ ഒരു ഫ്രോക്ക് രൂപത്തിൽ ആക്കിയെടുത്തതാണ്. മുകളിൽ കൊടുത്തിട്ടുള്ളത് പ്രിൻ്റാണ് കേട്ടോ. ആ ഡോളിന് പ്രിൻ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഞാനിങ്ങനെ വരച്ച് ചെയ്തതാണ് കേട്ടോ. പിന്നെ ചുറ്റും റോസറ്റ നോസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ പേര് ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചത് തന്നെയാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത കേക്ക് വന്നിട്ടുള്ളതും ഒരു 1 kg ടോൾ കേക്ക് തന്നെയാണ് കേട്ടോ. അതൊരു സർപ്രൈസ് കേക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ സർപ്രൈസ് കേക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അത് അവരൊരു ഡയമണ്ടിൻ്റെ വള തന്നിരുന്നു. അപ്പോൾ അതിങ്ങനെ കേക്കിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കണതിന് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അതായത് ബോക്സ് വലുതാവണതിനനുസരിച്ച് നമ്മൾ ഒരുപാട് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അവർ ചെറിയ ബോക്സിലാക്കിയിട്ട് കൊണ്ടുവന്ന് തന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു ലെയർ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ സർപ്രൈസ് കേക്കൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ ക്രം കോട്ട് കൊടുത്തിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഫൈനൽ കോട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കുറച്ച് ബട്ടർഫ്ലൈസും അതുപോലെ കുറച്ച് ഗോൾഡൻ കളർ ഷുഗർ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്ക് ഞാൻ സെൻറ്ററിൽ വെക്കാത്തത്, സെൻറ്ററിൽ ആ ബോക്സ് ഉണ്ടാവുകൊണ്ട് സ്റ്റിക്ക് ഇറങ്ങിയിരിക്കില്ല. അപ്പോൾ ഞാൻ സൈഡിലാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
സർപ്രൈസ് കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിമേക്കാണ് തട്ടണത്. കാരണം അങ്ങനെ വലിയ ഗ്യാപ്പൊന്നുമില്ല, നേരെ ക്രീം കഴിഞ്ഞാൽ ആ ബോക്സാണ്. അപ്പോൾ പെട്ടെന്ന് അറിയാൻ കഴിയുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ കേക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഏത് കേക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു 1/2 kg കേക്കാണ് കേട്ടോ. 1/2 kgയിൽ സിമ്പിളായിട്ടാണ് ഈ ഡിസൈന് ചെയ്തിട്ടുള്ളത്. റോസറ്റാ നോസിൽ വെച്ചിട്ട് കുറച്ച് ലീവ്സൊക്കെ കൊടുത്തൊന്ന് ആക്കിയെടുത്തു. അപ്പോൾ ഇന്നത്തെ കേക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.